മംഗളൂരുവിൽ വൻ ബാങ്ക് കവർച്ച. ഉള്ളാളിന് സമീപമുള്ള കോട്ടേക്കർ കാർഷിക സഹകരണ ബാങ്കിൽ നിന്ന് 15 കോടിയുടെ സ്വർണവും 5 ലക്ഷം രൂപയും കവർന്നു. 6 അംഗ സായുധ സംഘമാണ് ബാങ്ക് ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയത്. ഷഫീഖ് നസറുള്ള വിശദാംശങ്ങൾ നൽകും. ഷഫീഖ്, പട്ടാപ്പകൽ ഈ ഉദ്യോഗസ്ഥരെ തോക്കുമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഈ കവർച്ച നടന്നത്. നഗരമധ്യത്തിൽ കൂടിയാണ്, അതുകൊണ്ട് വേഗത്തിൽ വരെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അന്വേഷണം എങ്ങനെ നടക്കുന്നുണ്ട്? ഉള്ളാളിന് സമീപമുള്ള കോട്ടേക്കാർ കാർഷിക സഹകരണ ബാങ്കിന്റെ KC റോഡ് ശാഖയിൽ ആണ് ഇന്ന് നട്ടുച്ചക്ക് കവർച്ച നടന്നത്. 6 അംഗ സായുധ സംഘമാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയത്. ബാങ്ക് ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഈ കവർച്ചയ്ക്ക് ശേഷം സംഘം ഒരു CH കാറിൽ രക്ഷപ്പെട്ടു. ഇതിന്റെ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ തോക്കും വാളുകളും അക്രമി സംഘത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. 3 വനിതാ ജീവനക്കാരും ഒരു പുരുഷ ജീവനക്കാരനും അങ്ങനെ 4 പേരാണ് ബാങ്ക് ജീവനക്കാരായി ബാങ്കിൽ ആ സമയത്തുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കിലെ CCTV നന്നാക്കുന്നതിന് വേണ്ടി ഒരു ടെക്നീഷ്യൻ എത്തിയിരുന്നു. അങ്ങനെ 5 പേരാണ് ഈ സമയത്ത് ബാങ്കിനകത്തുണ്ടായിരുന്നത്. ഇവരെ തോക്കിന് മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്തിയതിനു ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് ബാങ്കിന്റെ ലോക്കറിന്റെ ബലമായി തുറപ്പിച്ചത്. ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്ന സ്വർണവും പണവുമാണ് ഇപ്പോൾ മോഷണം പോയത്. ഈ സംഘത്തെ പിടികൂടാൻ കൂടുതൽ പോലീസ് സംഘം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മംഗളൂരു ജില്ലാ പോലീസ് മേധാവി സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പരമാവധി ദൃശ്യങ്ങൾ CCTVകൾ ശേഖരിക്കുക, എവിടെയാണ് ഇപ്പോൾ ഈ കാർ ഉള്ളത് എന്ന് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം വരുത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വിരലടയാള വിദഗ്ധരും അതോടൊപ്പം ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി അവർ പരിശോധന തുടരുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരം ഒരു സംഭവം നടന്നത്. ബാങ്കിനകത്തേക്ക് സായുധ സംഘം എത്തുകയും ആ ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ബാങ്ക് ലോക്കർ ബലമായി തുറപ്പിച്ച് അതിനകത്തുണ്ടായിരുന്ന 15 കോടിയോളം രൂപയുടെ സ്വർണം കവർച്ച നടത്തിയായിരുന്നു. സംഭവ സമയത്ത് 4 ബാങ്ക് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അത് കൂടാതെ ഒരു CCTV ടെക്നീഷ്യൻ കൂടി ആ സമയത്ത് ആ ബാങ്കിലുണ്ടായിരുന്നു. ഇത്രയും ആളുകളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ബാങ്കിന്റെ ലോക്കർ തുറപ്പിക്കുകയും ലോക്കറിൽ ഉണ്ടായിരുന്ന 15 കോടിയോളം രൂപയുടെ വില വരുന്ന സ്വർണം കവർച്ച ചെയ്യുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം സംഘം നേരത്തെ വന്ന അതേ കാറിൽ രക്ഷപ്പെട്ടു. ഈ രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. CCTVയുടെ അറ്റകുറ്റപ്പണി നടക്കുകയായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന. അങ്ങനെയാണ് ആ CCTV ടെക്നീഷ്യൻ കൂടി ഈ മോഷണം നടക്കുന്ന സമയത്ത് ബാങ്കിനകത്ത് ഉണ്ടായത്. വലിയ രൂപത്തിലുള്ള അന്വേഷണം, ഒന്നിലധികം പോലീസ് സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട് എന്നും എല്ലാ ലഭ്യമായ സൂചനകളും സാങ്കേതിക സംവിധാനങ്ങളുടെ സഹകരണത്തോടെയും വളരെ പെട്ടെന്ന് തന്നെ ഈ സംഘത്തെ പിടികൂടാനാവും എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ മംഗളൂരു സിറ്റി